ഹലോ ഫ്രണ്ട്സ്, ഇർഷിദാസ് മെറ്റ്ഫോളിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചില സിനിമകളുടെ തുടക്കത്തിൽ മുന്നറിയിപ്പായിട്ട് നാം കാണുന്നതാണ് ക്ലോസ്ട്രോഫോബിയ ഉള്ളവർ സൂക്ഷിക്കുക. ഇങ്ങനൊരു വാണിംഗ് ചില സിനിമകളുടെ തുടക്കത്തിൽ നാം എല്ലാവരും കാണുന്നതാണ്. എന്താണ് ക്ലോസ്ട്രോഫോബിയ എന്ന് ആ ഒരു സമയം പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വളരെ ഇടുങ്ങിയ തുരങ്കപാതകൾ, അതുപോലെ തിരക്കുള്ള ബസ്, ട്രെയിന്, പിന്നെ ചെറിയ കാറുകൾ, അതുപോലെ ലിഫ്റ്റ്, ജനലുകളൊന്നും ഇല്ലാത്ത ചെറിയ റൂമുകൾ, ഇതിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഭയമുണ്ടാവാറുണ്ട്. ഇത്തരം ഭയത്തെയാണ് നാം ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസ്ട്രോഫോബിയയെ പറ്റി ഏതാണ്ട് ഒരു ധാരണ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായല്ലോ. ചില ആളുകൾക്ക് ഒരു വിമാനയാത്ര നടത്താനോ, ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരു MRI സ്കാനിങ് എടുക്കാൻ അതിൽ കയറുവാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഈ ക്ലോസ്ട്രോഫോബിയൻ്റെ ഒരു ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ക്ലോസ്ട്രോഫോബിയ ഒരു വില്ലനായിട്ട് തന്നെ ചില സമയം നമുക്ക് മാറാറുണ്ട്. ക്ലോസ്ട്രോഫോബിയ ഒരു രോഗാവസ്ഥ ആയിട്ട് നമ്മൾ കാണുന്നില്ല, കാരണം അതൊരു ഭയം എന്നൊരവസ്ഥ മാത്രമാണ്. പക്ഷേ നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് പോലെ ഫിസിക്കലിയും മെൻ്റലിയും വെൽബീങ് ആണെങ്കിലാണല്ലോ നമ്മൾ പൂർണ്ണ ആരോഗ്യവാൻ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്ലോസ്ട്രോഫോബിയ ഒരു ആരോഗ്യത്തിന് ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ക്ലോസ്ട്രോഫോബിയ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് ധാരാളം ക്ലോസ്ട്രോഫോബിയ ഉള്ള ഒരാൾക്ക് ധാരാളം ലക്ഷണങ്ങൾ കാണിക്കും. അതായത് ഒരു ഇടുങ്ങിയതോ അല്ലെങ്കിൽ അടച്ചിട്ട റൂമിലോ അല്ലെങ്കിൽ ഒരു തുരങ്കം, ഇങ്ങനെ ഇടുങ്ങിയിട്ടുള്ള വഴികളിലൂടെയും അതുപോലെ കുറച്ച് ക്രൗഡായിട്ടുള്ള ഏരിയകളിലൊക്കെ ഇവർ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ക്ലോസ്ട്രോഫോബിയൻ്റെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ അതൊരു പലതരത്തിൽ ശാരീരികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിൻ്റോടൊപ്പം തന്നെ ശാരീരികമായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ക്ലോസ്ട്രോഫോബിയ ഉണ്ടാകുന്നുണ്ട്. ഇനി നമുക്ക് ക്ലോസ്ട്രോഫോബിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലോസ്ട്രോഫോബിയ ഉള്ള ഒരാൾ ക്ലോസ്ട്രോഫോബിയനെ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് നന്നായിട്ട് സ്വെറ്റിങ്ങും ഫിയറും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ടും ക്ലോസ്ട്രോഫോബിയൻ്റെ ആ ഒരു സമയത്ത് അവർ നന്നായിട്ട് വേർത്ത് വന്ന്, അതുകൂടാണ്ട് അതിനോടൊപ്പം തന്നെ നല്ല ഭയവും അവരുടെ ഉള്ളിലുണ്ടാകും. ചിലർക്ക് നെഞ്ചുവേദനയും അതിനോടൊപ്പം ഒരു തലകറക്കം പോലെയും തോന്നാറുണ്ട്. അതേസമയം മറ്റു ചിലർക്ക് ടെൻഷൻ കൂടിയിട്ട് അതിനോടൊപ്പം തന്നെ ഹേർട്ട് ബീറ്റ് നന്നായിട്ട് കൂടുന്ന ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട്. ക്ലോസ്ട്രോഫോബിയയുടെ ഒരു പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ശ്വാസം മുട്ട്. അതായത് അവർക്ക് ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ശ്വാസം മുട്ടുന്ന ഒരു പ്രശ്നമുണ്ടാവും. അതിനോടൊപ്പം അവർക്ക് ഒരു വയറുവേദനയും വയറ്റിൽ നിന്ന് പോവാനുള്ള ഒരു ടെൻഡൻസിയും തോന്നാറുണ്ട്. ഇനി നമുക്ക് ക്ലോസ്ട്രോഫോബിയക്ക് എപ്പോഴാണ് നാം ചികിത്സ തേടേണ്ടത് എന്നത് നോക്കാം. സാധാരണഗതിയിൽ എല്ലാവർക്കും ക്ലോസ്ട്രോഫോബിയ എന്നൊരു അവസ്ഥ ചെറിയ തോതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതൊരു നോർമലായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് കണ്ടാൽ മതി, സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത് നമ്മുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുന്ന തരത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇതിന് ഒരു ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ട് ഒരു ഉചിതമായിട്ടുള്ള ഒരു ചികിത്സ തേടേണ്ടത് നിർബന്ധമാണ്. ഇത്തരം അവസ്ഥകളിൽ നിന്നും രക്ഷ നേടാൻ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ബലം നൽകുന്ന ധാരാളം ചികിത്സകൾ ഇന്ന് ആയുർവേദത്തിൽ ലഭ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.